അതൊരു പ്രേമ കേസ്. ഇങ്ങനെ പല സാധനങ്ങളും. ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് ഞങ്ങളോട് പറയുന്നത് ഇതിൻ്റെ ലൈഫിലുണ്ടായ അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്കും. ഇനി എൻ്റെ മക്കൾക്കും, എനിക്ക് 2 പെൺകുട്ടികളാണ്, ഓരോടും ഞാൻ പറഞ്ഞു കൊടുക്കും. ഓരും ഇതേപോലെ ചെയ്യൂല എന്നൊന്നും എനിക്കല്ല, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടിച്ച് കൊല്ല ആ പരിപാടി ഒന്നും എൻ്റെ അടുത്തില്ല, അത് ഞാൻ ചെയ്യൂല. അടിച്ച് ഞാൻ കൊല്ല, അടിച്ച് കൂടുതൽ വാശി വരിക, കൂടുതൽ നമ്മൾ വൈരാഗ്യം വരിക, അതിൻ്റെ പേര് വീണ്ടും വീണ്ടും നമ്മൾ നശിക്കാനെ തീരുമാനിക്കാം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, നമ്മൾ നന്നാവാൻ ചാൻസ് വളരെ കുറവാണ്. അടി കൂടുതൽ അടി കിട്ടിയാലേ നന്നാവുള്ളൂ പറയുന്നില്ലേ. അടി കൂടുതൽ കിട്ടിയവന് മിക്കവാറും ആളുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നാശമായി കേടുന്നു. സത്യം സത്യം. സ്നേഹത്തിനാണ് പവർ. ലവ് അത് കൊടുത്തിട്ട് വളർത്തുകയാണെങ്കിൽ അത് ഭയങ്കര പവർ. അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ പറ്റും, കിട്ടുന്നിടത്തൊക്കെ കൊണ്ടേക്കൊണ്ട് ലവ് കൊടുത്ത പ്രശ്നം, അത് ലവ് പ്രശ്നം. അതിനാണ് പവർ. അതൊരു ഭയങ്കര സാധന. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എപ്പോഴാണ് മനസ്സിലാവുക? നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക. അപ്പോഴേക്കും നമ്മളെ ബസ്സൊക്കെ പോയിട്ടുണ്ടാവും. എല്ലാ ബസ്സും പോയിട്ട് ഇങ്ങനെ പിന്നെ ആകെ മേപ്പിട്ട് കൊത്തിങ്ങനെ നിൽക്കണം. ഇതാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഡൈവേർഷൻ ആവരുതെന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയും. ഡൈവേർഷൻ പ്രശ്നമാണ്. ആ ഡൈവേർഷൻ ഇവിടെ വരുന്നത് കണ്ടുകൊണ്ടാണ് ആൺകുട്ടികളെ ഒഴിവാക്കിയത്. ചായക്കാരൻ ഇങ്ങോട്ട് വരുത്തിയത് എന്താ? സ്റ്റാൻഡിൽ പോയിട്ട് കൂത്താടുണ്ട് കുട്ടികൾ. അപ്പം എന്ത് ചെയ്തു? ടൈമിന് ക്ലാസ്സിന് എത്തുന്നില്ല, ആകെ മണിക്കൂറുള്ളൂ. ഇവരെല്ലാവരും കൂടി ചെന്നിട്ട് ഒരു കടയിൽ തിരക്കാൻ എന്താ ഉണ്ടാവുക? ഓർക്ക് നിങ്ങൾ മാത്രമല്ല, അവിടെ എന്തുണ്ട്, വേറെയും കസ്റ്റമേഴ്സ് വരുന്ന സ്ഥലമാണ്. എല്ലാവരും കൂടെ അവിടെ പോയി തിരക്കാൻ നിങ്ങൾക്ക് ബസ് ശരിക്കും കിട്ടൂല, അവിടെ തിരക്കുവാണ്. പിന്നെ നിങ്ങൾ നേരത്തിന് എത്തൂല. എന്നാലോ ചായക്കാരൻ ഇങ്ങോട്ട് വരുത്തിയാലോ നിങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. സംഭവം എന്തായി? ആദ്യം ഞാൻ ഇവിടെ അതിനുള്ളൊരു മെഷീനും സാധനമൊക്കെ വെച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി അത് എനിക്ക് തലവേദനയൊക്കെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എത്തി വണ്ടിയിൽ കുടിച്ചാൽ മതി, അത് വേറെ ഇഷ്ടം ചെയ്താൽ മതി. ഇത് എന്താ കാരണം? നമ്മൾ എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കണം. അപ്പോഴേ നമ്മൾ ഈ ബ്രെയിന് എന്ത് കിട്ടുള്ളൂ? എനർജി കിട്ടുള്ളൂ, മനസ്സിൽ നിന്ന് എനർജി കിട്ടുള്ളൂ. അപ്പോഴേ ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇതവിടെ ഇങ്ങനെ കിടക്കും. ആദ്യം മാറ്റേണ്ടത്, ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാധനം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ദെൻ അപ്പം എന്ത് കിട്ടും? നമുക്കൊരു നല്ല സ്വഭാവം, നല്ലൊരു ബിഹേവിയർ നമ്മളിലുണ്ടാവും. അപ്പോൾ ചിരിക്കണ ചിരിക്ക് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ചിരിക്കണ ചിരി ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾ ചില ആൾക്കാരെ നോക്കി, ചില ആൾക്കാർ ചിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങളെ ചിരി എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല? അത്ര ചിന്തിച്ചാൽ മതി. വൈ? എന്തുകൊണ്ടാണ് എന്നെ എല്ലാവരും അന്ന് ഇഷ്ടപ്പെട്ടിരുന്നത്? ബിക്കോസ് ഐ ആം എ ചൈൽഡ്. നിഷ്കളങ്കനായിരുന്നു. അതുകൊണ്ട് എൻ്റെ ചിരി എന്തായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ കറുത്തതാണോ വെളുത്തതാണോ ഒന്നും പ്രശ്നമില്ല. എന്താ? ആ ചിന്തയെ എൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു. എന്താണ്? എന്നെ എല്ലാവർക്കും കുട്ടി എന്നുള്ള രീതിയിൽ ഇഷ്ടം. എത്ര ചിന്തിച്ചാൽ മതി. വേറെയുള്ളതൊന്നും നോക്കണ്ട, നമ്മളത് മാത്രം നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് അന്ന് എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പം എന്നെ ഭയങ്കര ദേഷ്യം? വൈ? ഓലല്ല കാരണം, നമ്മളാണ്. ഇതാണ് സാർ. എന്തുകൊണ്ട്? ആ ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണം. വൈ 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 വൈ? ഇത് ചോദിച്ചാൽ ഉത്തരം കുറേ ചോദിക്കുമ്പോൾ കിട്ടും, എന്നിട്ട് അവിടെ പണിയെടുക്കണം. വെറുതെ ചോദ്യം ചോദിച്ചിങ്ങനെ ഇരുന്നാൽ പോരാ. അന്തം വിട്ടിട്ട് ആൻസർ കിട്ടിയതിനനുസരിച്ച് എന്ത് ചെയ്യണം? പണിയെടുക്കണം. അപ്പോഴും പിന്നെ പറയും നമ്മളോട് ബ്രെയിന്, അത് നോക്കി, അത് വെറുതെ പറയും, ഇതിൽ തന്നെ പോയിക്കും ഇങ്ങനെ കൊണ്ടുപോയി നമ്മളെ ചാത്തൻ. ആ ക്ലാസ്സിന് കിട്ടിയിട്ടാണ്. അത് കിട്ടിയ വേറെ ലെവലാണ്. അങ്ങനെ പോകും, അങ്ങോട്ട് തന്നെ തിരിച്ചുവിടും നമ്മളെ. കാരണം എന്താ? ഇവർക്കൊക്കെ ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം നമ്മളെ അധപ്പതനാണ്. അത് ഇഷ്ടമില്ലാത്ത ഈ ഭൂമിയിൽ ആകെ 2 ജന്തുക്കളെ ഉണ്ടാവും. ആരാണ്? യെസ്, നമ്മൾ അതോറിറ്റിയാണ്, രക്ഷിതാക്കളാണ്. ഈ 2 ആൾക്കാരാണ്. നിങ്ങൾ ഓരോട് എന്ത് ചെയ്താലും നിങ്ങളെ ഗുണം മാത്രമല്ല മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. ഓരോ വിഷമം കൊണ്ടൊക്കെ നിങ്ങളെ ചീത്ത പറഞ്ഞത്. പക്ഷെ നിങ്ങളെ ഉള്ളിൽ എങ്ങനെങ്കിലും എൻ്റെ കുട്ടി രക്ഷപ്പെടണം, നല്ല രീതിയിലായിരിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന 2 ജീവികളെ ഈ ഭൂമിയിൽ നിങ്ങൾക്കുള്ളൂ. അത് നിങ്ങളുടെ രക്ഷിതാക്കൾ. 100%. നിങ്ങൾ എന്ത് പറഞ്ഞാൽ സംഭവിക്കില്ല. ഒരെത്ര മോശമായിക്കോട്ടെ, പക്ഷേ
അവർക്ക് മാത്രമേ ആ വേദന ഉണ്ടാവുള്ളൂ. വേറെ ആർക്കും വേദന ഉണ്ടാവില്ല. വേറുള്ളവർക്ക് മുഴുവൻ നിങ്ങളെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യും. നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും സംഭവം നിങ്ങളെ പറ്റാത്തതായിട്ട് വന്നാൽ ഓര് നിങ്ങളെ തള്ളും, ഉറപ്പാ. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന പോലെ തന്നെ ലൈഫിൽ നിന്നും ഓര് പല സ്ഥാനങ്ങളും നമുക്ക് ഒഴിവാക്കി. ഇതാണ് സത്യം. അതിനെന്താ വെച്ചാൽ നമുക്ക് ഉയരത്തിലെത്താൻ നമ്മളെ ഉള്ളിൽ തന്ന സാധനം വേറെ ആരത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മളുടെ നമ്മളെ ഓൺ പ്രോഡക്റ്റ് നമുക്ക് ദൈവം തന്ന ആ സാധനം ഉപയോഗിച്ചിട്ട് ഉയരത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബെറ്റർ, മോർ ബെറ്റർ, മോർ ബെറ്റർ. ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. ഡെയിലി മാറും. നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കി. അത് ഒളിവിക്കോളും. പരിശ്രമിച്ചു നോക്കി. എന്താണ്ടാവുക? ഡെയിലി പരിശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? മാറും. അങ്ങനെ നമ്മൾ നടക്കാൻ പഠിച്ചത്, അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പഠിച്ചത്, അങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ പഠിച്ചത്, അങ്ങനെയാണ് നമ്മൾ എല്ലാം എവറിത്തിങ് നമ്മളുടെ ലൈഫിൽ പഠിച്ചു വന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയാൽ ഓട്ടോമാറ്റിക്കലി മാറും. നമ്മളുടെ സ്വഭാവം മാറും. ഗ്യാരണ്ടിയാണ്. ഇത് മാറുമ്പോൾ നമ്മളെ ഒരുപാട് ബിലീഫ്സ് ഉണ്ട്, നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന ബിലീഫ്സ് ഉണ്ട്. അടുത്ത മാറ്റേണ്ട സാധനം എന്താണ്? ബിലീഫ്സ് ആണ്. എന്താണ്? കുറെ നെഗറ്റീവ് ബിലീഫ്സ്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് നമ്മളെ ഉള്ളിൽ. എന്താണ് അത്? അങ്ങനായാൽ ഇങ്ങനാവൂല, ഇങ്ങനായാൽ അങ്ങനാവൂല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മൈനനെ കണ്ടാൽ സങ്കടം, അത് വേറെ ടൈപ്പാണ്. ബിലീഫ്സ് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്, അത് വേറെ. അത് ഇതായിട്ടൊരു ബന്ധമല്ല കേട്ടോ. ഒരു മതത്തിന് ഇതൊരു ബന്ധമല്ല. ആദ്യം തന്നെ പറയാണ്, ഇത് ഇത്രയേ ഉള്ളൂ. ഒരു മൈനനെ കണ്ടാൽ സങ്കടം, ഇനി രണ്ടാമത്തെ മൈനനെ കണ്ടാൽ മതിയായിരുന്നു, അതും തെരഞ്ഞിട്ട് ഇങ്ങനെ ഓടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക? രണ്ടിനും കണ്ടില്ല, വീണ്ടും സങ്കടം. കാരണം എന്താ? ഞാൻ കുറേ നോക്കി, രണ്ടാമത്തും കണ്ടില്ല, വീണ്ടും സങ്കടം. ആരുണ്ടാക്കിയത് സങ്കടം? മൈനാണോ? അല്ല, നമ്മളെ ഉള്ളിൽ തോട്ട്സ് അല്ലേ? സത്യം അതല്ലേ? ആലോചിക്ക്, രാവിലെ ഇറങ്ങാണ്, ഇന്ന് വളരെ ഉഷാറായിട്ട് ഇറങ്ങണം, ക്ലാസ്സിന് പോകണം, ഇന്ന് ഭയങ്കര ഇങ്ങനെ പരിപാടിയൊക്കെ കരുതി രാവിലെ ഇറങ്ങുന്ന സമയത്ത് മുറ്റത്തിരിക്കുന്നു ഒരൊറ്റ മൈന. എന്തായി? ബലൂണ് കാറ്റ് പോയ പോലെ പോയി. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിമറിഞ്ഞ് ഇറങ്ങി വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെരുപ്പണ് പൊട്ടും. അപ്പൊ എന്തായി? ഇന്നലെ പൊട്ടേണ്ടതായിരുന്നു, പക്ഷെ അത് ഇന്നൊക്കെ ആയത്, അത്രേ ഉള്ളൂ, സ്വാഭാവികം. ചെരുപ്പാട് പൊട്ടി. ആരെ പറയാം? നമ്മള് മൈനനെ. ഇതെല്ലാം കൂടി കേട്ടിട്ട് ഛർദിക്കാണ്, എനിക്കറിയില്ല. മൈന കാരണമാണോ? അല്ല. അത് കഴിഞ്ഞിട്ട് ഓടിക്കതിച്ച് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോ ബസ് പോയി. വീണ്ടും പറയും മൈന. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ അടുത്ത ബസ് വരുന്നുണ്ട്, ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല. എന്താ പറയാ? അപ്പോഴേ എനിക്കറിയുന്നത് ആ മൈനനെ കണ്ടപ്പോഴേ എനിക്ക് അറിയാം. അടുത്ത ബസ്. അത് കഴിഞ്ഞ് അടുത്ത ബസ് വരികയാണ്, അടുത്ത ബസ്സും തിരക്കാം. എന്തായാലും ഒരു രക്ഷയില്ല. ബസ്സിൽ എന്താണ്? സ്റ്റെപ്പുമ്മ വരെ ആളാണ്, കയറാൻ കഴിയൂല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നത് KSRTC ആണ്. എന്തായാലും വേണ്ടില്ല, KSRTC എങ്കിൽ KSRTC കയറി. കുറച്ചങ്ങനെ കഴിയുമ്പോൾ അതിൽ ആളൊക്കെ ഉണ്ട്, പക്ഷെ അത്ര പ്രശ്നമില്ല. കുറച്ച് കഴിയുമ്പോൾ വണ്ടി പഞ്ചറായി. അടുത്ത് എന്തായി? വീണ്ടും മൈന. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇത്ര ആലോചിച്ചാൽ മതി. ഞാൻ ഒറ്റക്കല്ല ഈ ബസ്സിൽ, ആണോ? അല്ല, 50 ആൾക്കാർ ആ ബസ്സിലുണ്ട്, ഡ്രൈവർ ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്. നിങ്ങൾ കണ്ട മൈനൻ ഒരു കണ്ടില്ല, കണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ പഞ്ചറായത്? മൈന പഞ്ചറാക്കിയ അല്ല. ഇത്ര ആലോചിച്ചാൽ മതി. ഇതാണ് യാഥാസ്ഥ്യം.